ആദ്യമായി എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എത്തിച്ചതിന് ഞാൻ 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രാധിക രാജൻ. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ. ഞാനിവിടെ എനിക്ക് അമ്മ മാതാവ് മാധ്യസ്ഥം അപേക്ഷിച്ചത് വഴി ഈശോയിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് രോഗസൗഖ്യങ്ങളും ഉണ്ട്. അതുപോലെ വേറെ ഒത്തിരി എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വരുന്നത് ചെങ്ങന്നൂർ താലൂക്കിലുള്ള പുലിയൂർ പഞ്ചായത്തിൽ ഇലഞ്ഞിമേൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ എനിക്ക് ഇവിടുത്തെ യൂട്യൂബിൽ അമ്മ മാതാവിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്കും ഭർത്താവിനും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ നാത്തൂൻ ഡൽഹിയിലാണ്, നേഴ്സാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു അക്രൈസ്തവയാണ്. ഞങ്ങൾ അപ്പോഴൊക്കെ അതൊന്നും ഓണാക്കി നോക്കിയിട്ടൊന്നുമില്ല. അതെല്ലാം അപ്പം തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ അങ്ങനെ അതൊന്നും ഞങ്ങൾ ഓണാക്കി നോക്കിയിട്ടില്ല. കാരണം ഞാനൊരു അക്രൈസ്തവ, ഞാൻ ദേശദേവത അവിടെ അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ ഇവിടുത്തെ ഒരു പത്രം കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെവിടെ നിന്ന് ഈ പത്രം? അപ്പം പറഞ്ഞു, മോനെ ഇവിടെ അടുത്തൊരു ചേച്ചിക്ക് അവിടെ പോയി കുഞ്ഞുണ്ടായി, അവൾ കൊണ്ടിട്ടതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ ഇടുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം കീറിയില്ല, പക്ഷെ ചുരുട്ടിക്കൂട്ടി ഞാൻ എറിഞ്ഞു. പക്ഷെ അത് ചെയ്തത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് ഒരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നുകയും എനിക്ക് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത്, അതിൻ്റെ അപ്പുറം ഇറിഗേഷൻ കനാലാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ ഇറിഗേഷൻ്റെ ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത് അത് അവരുടെ കനാലിൻ്റെ വസ്തുവിലൂടെ ചേർന്നാണെന്നും പറഞ്ഞ് അവർ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചായത്തിലൊക്കെ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ മകളുടെ അസുഖം ഭേദമായത് കൃപാസനത്തിൽ പോയാൽ നീ ഒരു കാര്യം നീ വിശ്വസിക്കേണ്ട, നീ അവിടെ പോകണ്ട, നിനക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയെങ്കിലും നീ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരിതുണ്ട്, അത് ഗൂഗിൾ എടുത്ത് നീ ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അത് കേൾക്കും, നിനക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം, നിനക്ക് ആ കാര്യം സാധിച്ചാൽ നീ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്കത് സാധിച്ചു തന്നാൽ ഞാൻ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മക്കളെ എനിക്കന്ന് അത്ര ഇതിനെ അറിയില്ല, ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ചാണ് എൻ്റെ മക്കളെ കൂടെ വിളിച്ചിരുത്തി അത് ഗൂഗിളെടുത്ത് ഞാൻ അപ്പോഴും ദേശദേവതയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ എൻ്റെ വലക്കാവിലമ്മേ, ഞാനിത് മാതാവിൽ ഇത് ചെയ്യാൻ പോവാണ്, എനിക്കിത് അറിയത്തില്ല, എനിക്കിത് പറഞ്ഞു തരണേന്ന്. ഞാനത് സ്വയം ഗൂഗിളെടുത്ത് ഇങ്ങനെ കൃപാസനം അടിച്ചു കൊടുത്ത് അത് വന്നു. അങ്ങനെ എൻ്റെ മാതാവെ, എന്നെ ഇറിഗേഷൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അയച്ചു. ഞാൻ കരഞ്ഞൊത്തിരി പ്രാർത്ഥിച്ചു. ആ ഒരു ഉച്ച സമയത്ത് ഞാനൊന്ന് മയങ്ങുന്ന സമയം ആരോ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്നെ തട്ടിയിട്ട്, നീ നാളെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയൊന്ന് കാണണമെന്ന്. പെട്ടെന്ന് ഞാൻ ചാടി എണ്ണിച്ചു. ഞാൻ എളുപ്പം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അവധി എടുക്കണം, നാളെ നമുക്ക് പഞ്ചായത്തിലൊന്ന് പോകണം. അപ്പോൾ പറഞ്ഞു, എന്തിനാ, പ്രസിഡൻ്റൊക്കെ ഒത്തിരി നോക്കിയതല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, നാളെ പോകണം, എന്നോടൊരാൾ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി അവധിയെടുത്തു. ഞങ്ങൾ രണ്ടുകൂടെ പ്രസിഡൻറ്റിനെ പോയി കണ്ടു. പ്രസിഡൻറ്റ് അപ്പോൾ തന്നെ ഫോണിലാരോ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്ന് അതൊന്ന് അളന്ന് നോക്കണം, അളന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു, അളന്നോ, അത് നിങ്ങളുടെ വസ്തുവിലുണ്ടെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാവകാശം തന്നാലും ഞങ്ങൾക്ക് ആ ടാങ്ക് മാറ്റാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ആകെപ്പാട് 4 സെൻറ്റ് സ്ഥലമാണ്, അതിനകത്ത് വീടും പിന്നെ ഇത് കിണറും എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലം അത് മാറ്റിയിടാനില്ല. അപ്പോൾ ഞാൻ അവിടെ പിറ്റേ ദിവസം അവർ അളക്കാൻ വരുമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അളക്കാൻ വന്നു. അവർ ജോലിക്കാരെയും കൊണ്ട് അവർ വന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അവരളക്കുക, കനാലിൻ്റെ കല്ലുണ്ട്, ആ കല്ല് അവരുടെ വസ്തുവിലാണെങ്കിൽ എനിക്കത് മാറ്റിയിടാൻ എനിക്ക് വേറെ സ്ഥലമില്ല, 4 സെൻറ്റ് സ്ഥലമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർ മാറിയും കയറി അവരളന്നു. അവരുടെ വസ്തുവും ആ ടാങ്കും തമ്മിൽ ഇങ്ങനെ തള്ളി മാറ്റി പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ ടാങ്ക് അവിടെ നിന്നിരുന്നത്.
എനിക്കത് ഉറപ്പുണ്ട്, എൻ്റെ മാതാവ് അവിടെ എന്നെ രക്ഷിച്ചതാണെന്ന്. ഞാൻ അതുവരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഉടമ്പടി ലൈറ്റേക്കാനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഈ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അവരൊത്തിരി അളന്നപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ആ ടാങ്ക് കിടക്കുന്നത്. ഇങ്ങനെ മുട്ടി ഇല്ല എന്നുള്ള രീതി, ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് അത് കിടന്നിരുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനും മക്കളും ഇങ്ങനെ നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിന് അതുവരെ വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, അവിടെ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 17/9/2024 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ വരാനിരുന്നതിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, പുള്ളിക്ക് ഇങ്ങനെ ക്യാൻസറാ എന്നുള്ളത് അറിയുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ആദ്യമേ ഒന്നാമത്തെ നിയോഗം വെച്ചത് ഏതൊരു പെട്ടിവണ്ടി ഓടിക്കുക. അപ്പം ഏതൊരു പാതിരാത്രിക്ക് ഞങ്ങൾക്ക് തേങ്ങയുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് വരുന്നത്. ആ 7 മണിക്കും ഈ അണ്ണനെയും വിളിച്ചുകൊണ്ടാണ് തേങ്ങ എടുക്കാൻ പോകുന്നത്. അത് രാത്രി 1 മണിക്കൊക്കെയാണ് തിരിച്ച് വരുന്നത്. അങ്ങനെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടി വരുന്ന ഒരു ആളാണ്. അപ്പോൾ അതുമല്ല, അവർക്ക് ഇല്ലാതിരുന്ന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായതാണ്. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ഇതായി. ഞാനപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത്, അമ്മ മാതാവേ, എന്നെ ഇറിഗേഷൻ്റെ ഇതിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ആ അണ്ണന് ആ ക്യാൻസർ എന്ന് 5 വർഷമായി തുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ്, കണ്ണ് പോകും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷേ ആ കണ്ണ് പോകരുത്, ആ ക്യാൻസർ എന്ന മാതിരി അതെവിടാണോ നിൽക്കുന്നത് അവിടുന്ന് വേറെ എങ്ങോട്ടും മാറരുതേ, അവിടെ തന്നെ അത് നിന്ന് അവിടുന്ന് പൂർണ്ണമായും അത് സൗഖ്യപ്പെടുത്തണേ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. അവിടുന്ന് ഞാൻ അതെഴുതി ഞാൻ അന്ന് തന്നെ അണ്ണൻ്റെ അടുത്ത് പോയി ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോട്ട് ഇങ്ങനെ സ്പ്രെഡായോ എന്നുള്ളത്, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീമോ ചെയ്യണം, 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അണ്ണന് അത് ചെയ്യാനുള്ള ശേഷിയില്ല, ആരോഗ്യമില്ല എന്ന്. പക്ഷേ അവിടെയും അമ്മ അണ്ണനെ രക്ഷിക്കുകയായിരുന്നു. ഡോക്ടറിനും അത്ഭുതമായി. 20 ചെയ്തപ്പോഴേ നല്ല 30 ചെയ്യാനുള്ള ആരോഗ്യവും അമ്മ മാതാവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സ്പ്രെഡായതിൻ്റെയൊക്കെ ചെക്കപ്പ് ചെയ്തൊക്കെ ഇതുണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയം, അത് സ്പ്രെഡായി കാണുമോ, സ്കാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും. എനിക്ക് എൻ്റെ കാശ് രൂപം കൊടുത്തു വിടണമെന്ന് എൻ്റെ മനസ്സ് പറയുക. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാശ് രൂപം നിങ്ങൾ ആർക്കും അങ്ങനെ കൈമാറല്ലെന്ന്. അന്ന് രാത്രി ഞാൻ അമ്മ മാതാവിനോട് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നാളെ ആ അണ്ണൻ ആ സ്കാനിങ്ങിന് പോവാം, അതിന് എനിക്ക് ഈ കാശ് രൂപം കൊടുത്തു വിടണമെന്നുണ്ട്. കാരണം ഈ കാശ് രൂപം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അതങ്ങ് സ്പ്രെഡാകത്തില്ലെന്ന്. അതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കൊണ്ട് കയ്യൊപ്പ് ശുശ്രൂഷ വെപ്പിച്ചായിരുന്നു. അണ്ണൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിത് കാശ് രൂപം ഞാൻ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇവർ 10 മണിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 ആയിട്ടും ഒരു ഇതും എനിക്ക് കിട്ടുന്നില്ല. അമ്മ മാതാവ് ഒരടയാളവും എനിക്ക് തന്നില്ല. ഞാൻ ഒരു 9:15 ഞാൻ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചു, അമ്മ മാതാവേ, അപ്പോൾ കൊടുത്ത് വിടണ്ടായില്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നേനെ വല്ലോ എന്ന് പറഞ്ഞതുമല്ല. നല്ല മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ നല്ല മണം, ആ മുറിയിൽ നിൽക്കാൻ വയ്യാത്ത മണം. ഞാനപ്പോൾ എളുപ്പം എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞാണ്, വിശ്വൻ എളുപ്പം ഓടിവാ, ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിൽ നല്ല മണം. അപ്പോൾ പുള്ളി നീ പൊക്കോ, ഞാൻ വരാം മണ്ടയ്ക്ക്. അപ്പോൾ പണി നടക്കുക, പഠനമുറി കിട്ടി, അതിൻ്റെ പണി നടക്കുക. പക്ഷേ പുള്ളിയെ അവിടെ നിർത്തിയില്ല. ആ മണം അവിടെ വരെ ചെന്ന് പുള്ളി എളുപ്പം എൻ്റെ പുറകിൽ ഇറങ്ങി വന്നിട്ട് ഈ മണം അവിടെ വരെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് മതി, അവരിപ്പോൾ പോകും, നമുക്ക് എളുപ്പം പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എളുപ്പം ഞങ്ങൾ വണ്ടിയിൽ ചെന്ന്. അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങുക. ഞാൻ എൻ്റെ കാശ് രൂപം കൊടുത്തു വിട്ടു. ഞാൻ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇവരുടെ റിസൾട്ട് 1:30 റിസൾട്ട് കിട്ടിയപ്പോൾ. അതുവരെ ഞാൻ ജലപാനമില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം റിസൾട്ട് നെഗറ്റീവാണ്, പൂർണ്ണമായി ക്യാൻസർ മാറി എന്നുള്ളത് എനിക്ക് കേൾക്കണം അമ്മ മാതാവ്, എന്നാലും ഞാൻ ഇവിടെ നിന്ന് എണ്ണിക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ അവിടെ നിന്ന് 1:30 ആയപ്പോഴാണ് വിളിച്ചിട്ട് വിശ്വനോട് പറഞ്ഞെടാ, എൻ്റെ ടെസ്റ്റ് എല്ലാം ഒത്തിരി ചെയ്തു, എനിക്ക് ക്യാൻസർ പൂർണ്ണമായിട്ട് മാറി, ആ ഒരു രോഗം ഇപ്പോൾ എന്നിലില്ല എന്ന്. അത് എനിക്കൊരു വലിയ, കാരണം എനിക്ക് ജനിക്കാതെ പോയ ഒരു ചേട്ടനായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. അത് എനിക്ക് ഒത്തിരി ഒരു വലിയ അനുഭവമാണ് അതെനിക്ക്. കാരണം ഞാനിവിടെ 2ാമത് പുതുക്കാൻ വന്നപ്പം സിസ്റ്റർ, അന്ന് എൻ്റെ ഇത് പുതുക്കാൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല സാക്ഷ്യങ്ങളോ? അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കായിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മറ്റുള്ള
2-3 പേരുണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. നമുക്കല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈശോ നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരും. അതെനിക്ക് അനുഭവം വന്നു. ഞാൻ ഈ അണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നാളായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ മേലോട്ട് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല, കാരണം സാമ്പത്തികം വേണം. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത്, എന്തിനാ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും പറയും, അമ്മ മാതാവേ, ഞാൻ ആ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ വിശ്വന് മറ്റേ തന്നെയാണ് വിറക് കീറുക എല്ലാം ചെയ്തു. പക്ഷേ ഈ കൈ പൊക്കി വിറക് കീറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കൂലിക്ക് ആളെ നിർത്തി വിറക് കീറിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ആ തൈലം തൊട്ട് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ നന്നായിട്ട് ഉയർത്താൻ പറ്റും. നന്നായിട്ട് ഉയർത്തി ആ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. അത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ അടുത്തിടയ്ക്ക് പനി നന്നായിട്ട് വന്നിരുന്നു. പനി കൂടിയെന്ന് വെച്ചാൽ നല്ലതായിട്ട് കൂടി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം മഞ്ഞപ്പിത്തമാണെന്നുള്ളതാണ് ടെസ്റ്റിൽ തെളിഞ്ഞത്. അതെന്നെ വല്ലാതെ ഒരു വിഷമത്തിലാക്കി. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, രാവിലെ എണ്ണിക്കുമ്പം തന്നെ ഞങ്ങളെക്കാൾ ഉപരി പോയി ഉപ്പും തൈലവും കഴിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിട്ടാണ് കാണോ അമ്മ മാതാവ് മഞ്ഞപ്പിത്തം കൊടുത്തത്. ഞാൻ അന്നേരം എളുപ്പ ടെസ്റ്റ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇന്ന് തന്നെ വേറെ ടെസ്റ്റിന് തരുവാണെങ്കിൽ ആ ടെസ്റ്റിൽ ഈ മഞ്ഞപ്പിത്തം കാണരുത്. ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അതും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണം, എന്നിട്ട് അതെന്താണെന്നുള്ളത് ആക്കാം. ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞപ്പിത്തം ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേറെ എന്തോ തന്നു. പക്ഷേ ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിനകത്ത് മഞ്ഞപ്പിത്തമില്ല. ആ ഡോക്ടറിനെ ആ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന, ആരാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന്? ഇതിനകത്ത് മഞ്ഞപ്പിത്തം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അതും എനിക്കൊരു വലിയ ഒരനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി വെച്ചതാണ് പ്രമാണം. അത് ഞങ്ങൾ ഒരാളുടെ ശമ്പളം കൊണ്ട് തന്നെ അതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 12 വർഷത്തേക്കാണ്. ഇപ്പോൾ 6 വർഷമായി. ഈ 6 വർഷമായപ്പോൾ ഞങ്ങൾ ചുമ്മാതെ ജസ്റ്റ് ഒന്ന്, ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ വെച്ചിരുന്നു എൻ്റെ പ്രമാണം എന്നെ എടുക്കണം എന്നുള്ളത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പം ഞങ്ങൾ ആ ബുക്ക് ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയപ്പം ഈ 6 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾ 3 ലക്ഷം എടുത്തെടുത്ത് 2 ലക്ഷം അടഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ്, ഇത് ഇത്രയും പലിശയാണ് അടച്ചേക്കുന്നത്, ഇനിയത്തെ 6 മാസമേ ഇനിയത്തെ 6 വർഷം മാത്രമേ നിങ്ങളുടെ മുതൽ ഇതാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 വർഷവും അടച്ചത് പലിശ ഇനത്തിലായി. ഇനി 6 വർഷമായാലേ നിങ്ങളുടെ മുതലാകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഈശ്വരനോട് പറഞ്ഞു, എങ്ങനെയാണ് നമുക്കിനി ഇതെങ്ങനെയാണ് ഈ 6 വർഷം കൂടെ അടയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ, എങ്ങനെങ്കിലും അതിന് മുന്നേ അത്രയും തുക അടയ്ക്കാം, കാരണം മക്കളുടെ പഠിത്തം എല്ലാം കൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എങ്ങനെങ്കിലും പ്രമാണം എടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എന്നും 5:30 ഞങ്ങളത് കൂടും. അപ്പോൾ ഞാൻ എന്നും ആ പാസ്ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അച്ഛൻ്റെ കുരിശെടുത്തുള്ള പ്രാർത്ഥനയിൽ ആ പാസ്ബുക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടണേ എന്നാണ്. അതുപോലെ അത് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൂട്ടുകാരൻ്റെ ഹെൽപ്പോട് കൂടിയും പിന്നെ സ്വർണം കുറച്ച് കൊടുത്തും കൂട്ടുകാരൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഒരു കൂട്ടുകാരൻ ആളെന്ന് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരൻ്റെ ആ സഹായത്തോടെ എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി. ഒരിക്കലും അത് ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരു പ്രമാണമാണ് അത്. അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിൻ്റെ ഇതിൽ ആ മാതാവ് ഈശോയോട് അപേക്ഷിച്ചത് കൊണ്ടാവാം ആ പ്രമാണം ഞങ്ങൾക്ക് കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് എടുക്കാൻ സഹായിച്ച ആ വലിയ മനുഷ്യനും കുടുംബത്തിനും എന്നും അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അതുപോലെ ഒത്തിരി സഹായം ആ മനുഷ്യൻ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, അവിടെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കൊച്ചുനാൾ മുതലേ എനിക്കുള്ള കൊടിഞ്ഞി വന്നാൽ എനിക്ക് വെട്ടം കാണരുത്, ഭയങ്കര ഇതാണ്, ഛർദിൽ ഭയങ്കര ഒരിതാണ് ഈ കൊടിഞ്ഞി വന്നു കഴിഞ്ഞാൽ. അത് ഞാൻ പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ കൈക്ക് സർജറി പറഞ്ഞതാണ്, ഈ കൈയുടെ ഇവിടെ നരമ്പ് കുറുകി. അത് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ നിയോഗം വെച്ചിട്ടില്ല. ഇന്ന് വരെ എനിക്കായിട്ടൊരാവശ്യം ഞാൻ ഇതുവരെ നിയോഗം വെച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിനോ മറ്റുള്ളവർക്കോ വേണ്ടിയോ ഞാൻ നിയോഗം വെക്കാറുള്ളൂ. പക്ഷേ ഈ രണ്ടും കൈയുടെ വേദന കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കളും ആ കൂടുതൽ കട്ടിപ്പണികൾ, തുണികൾ കഴുകുന്നതും മിറ്റം തൂക്കും, അങ്ങനെ എൻ്റെ മക്കളായിരുന്നു എല്ലാം ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഈ ഉപ്പും തൈലം പുരട്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കയ്യിലാണ്.
ഇവിടെ വന്നതിന് ശേഷം എൻ്റെ തലവേദന കൊടിഞ്ഞ് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല, കയറി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. ആ ബസ്സേ മാത്രമല്ല, ദൂരയാത്ര ഒന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഛർദ്ദിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ആ ഛർദ്ദിലുമില്ല, ആ കൊടിഞ്ഞ് ചെന്ന ആ തലവേദനയും ഇല്ല. അതുപോലെ സർജറി പറഞ്ഞാൽ എൻ്റെ ഈ കൈകൊണ്ട് ഇന്ന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എനിക്കൊരു വേദനയാട്ടെ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കുറേ പേർക്ക് ഇതിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ സർജറി ചെയ്താലും പിന്നെ വേദനയാണ്. പക്ഷേ മാതാവ് എനിക്ക് അതിനുള്ള ഒരിത് തന്നില്ല. അതിനു മുമ്പേ മാതാവ് അത് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രേക്ഷിത ഇതായിട്ട് ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എവിടെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അവിടെ എല്ലാം പോകും. ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മുന്നിൽ ആര് വന്ന് പെട്ടാലും അവർ കേൾക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ മകന് രോഗമൊക്കെ ഉണ്ട്, അതൊന്നും മകനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മയ്ക്കും രോഗമൊക്കെ ഉണ്ട്. അമ്മയും മോനെയും കൂട്ടി ഞാൻ മെയ് മാസത്തിൽ എൻ്റെ അമ്മ മാതാവ് ഇവിടെ എൻ്റെ മകനെയും കൂട്ടി ഇവിടെ വരാൻ എനിക്ക് അനുഗ്രഹം തരും. ഞാൻ മെയ് മാസത്തിൽ ഇവിടെ വരും. കാരണം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തരും, ആ അനുഗ്രഹങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ സാക്ഷ്യമായിട്ട് ഞാൻ അന്ന് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയും. പിന്നെ എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആയാലും ഇങ്ങനെ എല്ലാം ചെയ്യാനുള്ള ആ ഒരു ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആ ഒരു മനസ്സ് എന്നും തരണമെന്നും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ